ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഷവർമയാണ് കേട്ടോ. ബീഫേറ്റും ചിക്കനേറ്റും ഒക്കെ ഇതേ മെത്തേഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈസിയാണ്, നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം കൂടിയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ വെജീസൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുവെച്ചെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെജീസൊക്കെ നന്നായി കഴിച്ചോളും ഷവർമയൊക്കെ ആകുമ്പോൾ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, ടേസ്റ്റിയാണ്. എപ്പോഴും നമ്മൾ ചോറൊക്കെ കഴിക്കുന്നതിന് ഒരു വെറൈറ്റി ആയിട്ട് ഇത് കഴിക്കും ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ ഷവർമയൊക്കെ. എപ്പോഴേലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് അതിന് ഇതാണ് വേണ്ടത്, റൊട്ടിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം കേട്ടോ. ആദ്യം നമ്മളെന്ത് ചെയ്യണം, 2 കപ്പ് മൈദ, അതൊക്കെ പാകത്തിന് ഉപ്പും, പിന്നെ കുറച്ച് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും, പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ വേണ്ടത് ഗാർലിക് സോസാണ് കേട്ടോ. തൂമ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുണ്ടാവുന്നതായിരിക്കും അല്ലേ. അപ്പോൾ തൂമ് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടുതരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ കാബേജ് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. വലിയ പീസസ് ആകുമ്പോൾ അതിനെന്ത് ആവില്ല, കൂടി ചേർന്ന് പോകില്ല, പീസ് വേറെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കാബേജ് നല്ല പൊടിയായിട്ട് തന്നെ അരിയണം. പിന്നെ ബീഫ് മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്തത്, അത് ഒരു 1/2 കിലോ വേണം കേട്ടോ. പിന്നെ വേണ്ടത് കാബേജ് ഒരു ഹാഫ് മതിയേ, നല്ല പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു വലിയ ഉള്ളി വേണം, ക്യാപ്സിക്കം 1ൻ്റെ പകുതി മതി കേട്ടോ. പിന്നെ 2 ക്യാരറ്റ്, ഒരു പച്ചമുളക് കൂട്ടും കുറക്കും ചെയ്യാം കേട്ടോ, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ ചെറിയ ജീരകം വേണം, ഒരു വലിയ തക്കാളി, മല്ലിയിലയും, പിന്നെ കുറച്ച് കപ്സപ്പൊടിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നന്നായിട്ട് എണ്ണ ചൂടാവണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജീരകം ഇട്ട് പൊട്ടിച്ചിട്ട് വലിയ ഉള്ളി ഇട്ടിട്ട് ക്യാരറ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. പിന്നെയുള്ള വെജീസ് ഇടുന്നതൊന്നും ഒരുപാട് ഇതാക്കേണ്ട, വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം തന്നെ കുക്കാവണം വെജീസാണ്. ക്യാരറ്റ് ഇട്ടിട്ട് മാത്രം കുറച്ചൊന്ന് കൂടുതൽ നേരം വഴറ്റുക. പിന്നെ അതിലേക്കുള്ള പാകത്തിനുള്ള ഉപ്പിടുക കേട്ടോ. വെജീസ് ഇടുമ്പോൾ, ക്യാബേജ് ഇടുമ്പോഴൊക്കെ നന്നായിട്ട് കുഴഞ്ഞിങ്ങനെ വരുന്ന രൂപത്തിലായിട്ട് വേണം, അല്ലാതെ പച്ച കടിക്കരുത്. എന്നാൽ നന്നായിട്ട് വേവും ചെയ്യണ്ട, അങ്ങനെ ഒരു പാകത്തിന്. നന്നായി ചെറിയ പീസാക്കി ക്യാബേജ് ഇട്ടാൽ തന്നെ അത് ഓൾറെഡി എന്താവും, കുഴഞ്ഞു വരും. പിന്നെ അതൊക്കെ ഒരു 3-4 ടീസ്പൂണ് തൂമിടും. തൂമൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൂമൊഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ച് കുറച്ച് നേരം ഒന്ന് ആവിയിലല്ല ഒരു ഇതിൽ അവിടെ ഇരുന്നിട്ട് വെജിറ്റബിൾസൊക്കെ വാടും ചെയ്തോളും. എന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫില്ലിങ് കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ചപ്പാത്തി നല്ല കട്ടില്ലാതെ പരത്തി കരിയാതെ 2 വശവും നല്ല വൃത്തിയിൽ ചുട്ടെടുക്കുക. എന്നിട്ട് അതൊക്കെ തൂമൊഴിച്ചിട്ട് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം കെച്ചപ്പ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ചിലർക്ക് കെച്ചപ്പ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വേണ്ടവർ അത് ഓപ്ഷണലാണ്, വേണ്ടവർ കെച്ചപ്പ് ഉപയോഗിക്കുക, അല്ലാത്തവർ തൂമ് മാത്രം മതി. എന്നിട്ട് അതിൽ ഫില്ലിങ്ങും വെച്ച്, നല്ല കുറച്ച് തോനെ ഫില്ലിങ്ങും വെച്ച്, വെജീസ് കട്ട് ചെയ്തത് കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ വെജീസ് വെക്കുക, തക്കാളി വെക്കുക, കുക്കുംബർ വെക്കുക, വലിയ ഉള്ളി വെക്കുക, ഒക്കെ വെക്കുക കേട്ടോ. അങ്ങനത്തെ ഏതെങ്കിലും വെജീസ് വേണമെന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് നന്നായി റാപ്പ് ചെയ്ത് കഴിച്ച് വെക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. ട്രൈ ചെയ്ത് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. No.